ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് ടി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ പാർട്ട് കൊണ്ട് ആർക്കറിയാം എന്താണ് പ്രശ്നങ്ങളൊക്കെ നടന്നത്. പ്രശ്നങ്ങളെന്നല്ല, നമ്മൾ എന്തുവാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഒന്നുകൂടെ വേണേൽ പറയാം, നമ്മളാണ് ഒരു ചേസ് എടുക്കുവാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ തന്നെ പേരുള്ള ചേസാണ്. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചേസിൻ്റെ ഫോട്ടോ അവർ തന്നായിരുന്നു എനിക്ക് നേരത്തെ. അപ്പം ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടേക്കുന്നത്. നമുക്കെന്തായാലും സമയം വൈകണ്ട. ഇവിടെ അടുത്തായിട്ടാണ് ചേസിൻ്റെ ഇത് വരുന്നത്. പിന്നെ ചേസ് എടുത്തിട്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നല്ല അവർ നന്നായിട്ട് പണിഞ്ഞു തരും. പിന്നെ അവർ സ്റ്റിക്കർ വർക്കും ചെയ്തു തരാമെന്നാണ്. സ്റ്റിക്കർ വർക്കാണോ എന്തോ ഇത് പേരടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. ആ സ്റ്റിക്കറിൽ നിന്നാണ് ഇനി വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വണ്ടിക്ക് ഇത്ര വലിപ്പമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ മിററിൽ തന്നെ ഇരിക്കണമെന്നുണ്ട്. അത് ആ ഒരു അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ചെയ്യുക, ആസ്റ്റക്ക് നല്ല വരണ്ട, എന്നിട്ട് അതിൻ്റെ അകത്ത് ഗെയിമറിൻ്റെ ER മാത്രം എടുക്കാം. അന്നേരം ആസ്റ്റക്കറിനായി. അങ്ങനെയാണ് നമ്മുടെ ആ ബസ്സിൽ അങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണെങ്കിലും ആ ബസ് എന്തെങ്കിലും തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ട്രിപ്പ് കിട്ടും. ഇതൊക്കെ 1 മണിയാകുമ്പോഴാണ്. വേറെ ഇപ്പം തന്നെ ഒരു ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രാവലറിനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ ചേസ് എടുക്കുന്നുണ്ട്, ഇന്ന് വരത്തില്ലെന്നു. ഇതാണ് ട്രാവലർ. നമ്മളെ പുതിയൊരു നേരത്തെ നിങ്ങൾ വിചാരിച്ച കാണും, എൻ്റെ കൂട്ടത്തിൽ ഒരു BMW ഉണ്ടായിരുന്നു. BMW ഒരാൾ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞായിരുന്നു വണ്ടി ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്, വണ്ടി വർക്ക്ഷോപ്പിൽ പോയേക്കുവാണ്. നമ്മുടെ വണ്ടി ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നു അവിടെ കിടന്ന്. അവിടുന്ന് അവന് ഇത് പണിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ തന്നു. വണ്ടി ഫുള്ളും പൊടിയാണ്. ഇനി ഇവിടെ വല്ല വാഷിംഗ് സെൻറ്റർ ഉണ്ടാക്കി കൊടുക്കാം. കേസ് എന്തായാലും നമുക്ക് കണ്ട് ഇതുവഴിയാണ് പോകേണ്ടത്. എന്നിട്ട് നമ്മൾ കണ്ട അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെയാണ് ചേസൊക്കെ പണിയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ എന്താ റോങ് സൈഡ് കയറിയിട്ട് പണി. എഡിഷൻ്റെയും നമ്മൾ എററെന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റെഡ് ബുള്ളിൻ്റെയും മാർവൽ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അടുത്ത മാപ്പ് അങ്ങനെ അടുത്ത മാപ്പ് എത്തി. ഞാൻ നല്ലൊരു പിക്സൽ ലിവറിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഗോൾഡൻ കൊടുത്തതും, കാരണം ഇങ്ങനെ പിക്സൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇവിടെ കൊണ്ടുവന്നല്ലോ പറഞ്ഞ വേണ്ട കിടക്കുന്നു ചേസിൻ്റെ സ്ഥലം. സോറി, നമ്മൾ ചേസിൻ്റെ സ്ഥലം മറന്നുപോയി. ഇവിടെയാണ് ചേസിൻ്റെ. പക്ഷെ നമുക്കൊന്നും കൊണ്ടൊന്നും ഇടും, കാരണം എന്താ ലേറ്റായി, ഇത്രേ ഉള്ളൂ. ഇപ്പം ഈ വണ്ടി നേരെ ഇവിടെ വല്ലയിടത്തും കൊണ്ടുപോകേണ്ട വരും, കാരണം ആ ചേസ് കൊണ്ടുവരുമ്പം അല്ലേ ഇവിടെ ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒറ്റ പരിപാടി ഞാൻ പറഞ്ഞേ, ഹോൺ കിട്ടിയിട്ടുണ്ട് നമ്മൾ. അയ്യോ എടാ, ഈ സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി കണ്ടോ, ഇങ്ങനെ ഇടുവാണെങ്കിൽ അത്യാവശ്യം ലാഭമൊന്നുമല്ല, സ്ഥലം. അപ്പം
അപ്പം അവരെ വിളിച്ച് ചോദിക്കട്ടെ. രാത്രിയിലാണ് ഒരു ചേസൊക്കെ ഡെലിവറി ചെയ്യുന്നത്. എന്താന്നേലും വണ്ടിക്ക് ഭയങ്കര പൊടിയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ മിക്കവാറും പൊടി തൂത്തുമായിരുന്നു. മിക്കവാറും ട്രാവലറിനെ കൊണ്ട് നമ്മളങ്ങ് വിടുവാണ്. ഇവിടെ സൗബിനൊക്കെ വരും. സൗബിൻ വന്നിട്ട് കൊണ്ടുപോവാണ്. അവനങ്ങ് ഹൗസിലങ്ങ് വരുമായിരിക്കും. പക്ഷെ അന്നേരം ഇത് ഹൈഡാവും. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ചേസ് ഇടുന്നവരെ വണ്ടിക്കകത്തിരിക്കും. രാത്രി നിരന്ന് തുറക്കട്ടെ. അവർ കൊണ്ടുവരുന്നുണ്ട്. വേറെ സ്ഥലത്തു നിന്ന് ഇത് വരുന്നു. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറത്തേക്ക് ഇത് ഓഫ് ചെയ്ത് നോക്കണം. വലിയ ലോങ്ങായി കൂടുതലായി. പക്ഷെ അങ്ങനെ നമ്മുടെ ചേസുകാരൊക്കെ എത്തി. ആണ്ട് കിടക്കുന്ന ചേസ് അതുകൊണ്ട് നമ്മുടെ ഷോലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ എന്നാണ് ഇനിയും വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളെന്ന് വെച്ചാൽ ആ ട്രാവലർ നിങ്ങൾ വിചാരിക്കുന്നതാണ് എന്ത് അതങ്ങ് പോയി. അതെന്തോ പറ്റി. ആരാണ്ട് വന്ന് കൊണ്ടുപോകുമായിരുന്നു. ആ വണ്ടി പൊടിയാണ്. ഞാൻ ഇവിടെ തന്നെ വിളിച്ച് പറഞ്ഞോളാം. വണ്ടി പൊടിയാണെന്ന് കൊണ്ടുപോയി അവിടെ ഇട്ടോ. ഞാൻ പിറ്റേ ദിവസം വരത്തുള്ളൂ. അയ്യോ, വണ്ടിക്ക് സാധനം ഫിറ്റ് ചെയ്ത് ഞാൻ പോയി സംസാരിച്ച് ഡീലൊക്കെ ഉറപ്പിച്ചു വരും ഗൈസ്. എന്നാലും കാശും കൊടുത്ത് വണ്ടി എടുക്കാൻ പറ്റില്ല. ചുമ്മാ ഇതിപ്പോൾ ജസ്റ്റായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ അവിടുത്തെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചെറുക്കനെ എടുക്കുവാണ്. നെറ്റിപ്പൊട്ടൊന്നും കിട്ടുന്നില്ല ചേട്ടാ. ബാറ്ററി കഴിഞ്ഞില്ല കേട്ടോ. പുത്തറുമ്പണം ഗൈസ്. അങ്ങനെ പറഞ്ഞ നെറ്റിപ്പൊട്ടൊക്കെ ഇടുവാണ്. അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മുടെ മെയിൻ പരിപാടി വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ കേൾപ്പിക്കാവേ. എന്തുകൊണ്ടൊക്കെ ഇടി വാങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞു. അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാൻ റോങ് സൈഡിൽ ചെല്ലുന്നതാണ് ഇവിടെ കൊണ്ടുപോയി കയറി മേടിച്ച്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് വണ്ടി ഇവിടെ നടക്കാൻ പോവുകയാണ്. ശരിയോ കിടക്കട്ടെ. അവരടുത്ത് കിട്ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ചേട്ടാ. ആ സോറി പറഞ്ഞാൽ നമ്മൾ എഡിച്ചെല്ലാം ഞാൻ കാണിച്ചത്. എഡിച്ചെല്ലാം നമ്മുടെ ടൈഗർ ചെറുക്കനാണ്. ഇതിനകത്ത് മഴ പെയ്താൽ ഞാൻ നനയും. എൻ്റെ കൂടത്തിരിക്കുന്നവർ ആകെ താണ്ട് ഇവിടെ ഒരുത്തന്നെ ഇരിക്കാൻ വേണം. ഇവിടെ രണ്ടു പേർക്ക് ഇരിക്കാൻ കേട്ടോ. അതൊന്നും ഇവിടെ എന്താ ഇവിടെ ഒരാൾക്ക് ചേർന്നിരിക്കാൻ പറ്റും. ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കെടുക്കാം. ഹൈറ്റ് കൂട്ടാം. പറ്റത്തില്ല. ശരി, ഞാൻ വിടുക. നമ്മൾ ദേവീശ്വരൻ്റെ റിയൽ മനുഷ്യൻ ബാക്കിയുള്ള നിൽക്കാൻ മേടിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് താക്കട്ടെ. എനിക്കൊന്നും കാണുന്നില്ല. ഈ വണ്ടിയുടെ സ്റ്റിയറിങ് കാണണം എനിക്ക്.
ഗൈസ് അങ്ങനെ നമ്മുടെ ചെറുക്കന് ഇച്ചിരി റിവേഴ്സ് എടുത്ത് കയറ്റാൻ പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഒരു വണ്ടി കയറ്റാൻ. ഒരു ഫോട്ടോ എടുത്തിട്ടോ, ഒരു ഫോട്ടോ എടുത്തെടുത്തോ, അതിൻ്റെ അന്നേരം എടുത്തോ, നെറ്റിപ്പെട്ട അയ്യോ ഞാനിനി ഇത് കയറും. ഇനി ഒറ്റ വഴിയുള്ളൂ, ചാടി ചാടി ചേച്ചിൻ്റെ മണ്ടയിൽ കൂടെ നടക്കാം. എല്ലാവരും കാരണം ഭയങ്കര ഇതാണ്. തിന്നാനുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഗ്രയിലൊക്കെ ചവിട്ടും, പക്ഷെ ആ ചവിട്ടുന്ന സ്ഥലത്തൊരു ചീസങ്ങേലും ഇടാൻ പറ്റുന്നുണ്ട്. ഡാൻസടെ അടുത്തിലൂടെ എന്തോ ഇവിടെ സർക്കിൾ അടിക്കാൻ പറ്റും കേട്ടോ. അതാണ് സർക്കിൾ അടിക്കുമ്പോഴത്തേക്ക് പേരും ഇല്ല. ഇപ്പം ഇവിടെയാണ് ഞങ്ങൾ സീറ്റപ്പ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം. കേസ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഇവിടുന്ന് ഇവിടെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ട്രിപ്പ് പോകാനുണ്ട്. നമ്മളെ ഒരു 3 ദിവസം പിടിക്കും. അപ്പോൾ ഒന്നിനെ നടത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഒന്നിനെ നടത്തി 8 ദിവസം തൊട്ട് ട്രിപ്പ് എടുക്കണം. ഞങ്ങൾ നമ്പർ തന്നെ എടുത്തോ സൂക്ഷിച്ചെടുക്കണേ. നമ്മൾക്ക് ഒരു കാര്യം പിള്ളേരൊക്കെ ഫാൻസ് വർക്ക്ഷോപ്പെത്തി. അങ്ങനെ നമ്മുടെ ചെറുക്കനെ ഇവിടെ കയറ്റുകയാണ്. ചെറുതൊക്കെ വന്നെങ്കിലും കാര്യം സഹിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചേസിൽ എടുക്കാൻ നേരം അവിടെ പണിഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചൊക്കെ പിടിക്കും.
PODക്ക് എല്ലാ ഒരു ദിവസം പിടിക്കും. അപ്പം നാളെ ആയിരിക്കും ഇതിൻ്റെ പാർട്ട് 3 വരും. ഇത് ഭയങ്കര ഇതായിരിക്കും കാരണം ഈ വണ്ടി വിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സമയമാകുമെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈസിയായിട്ട് കേട്ടോ. അവർ പറഞ്ഞേക്കത്ത് മഴയും വരും. ചേടോ ചിലപ്പോൾ അവർക്കും ചേച്ചിയോടൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ വരും എൻ്റെ അവൻ്റെ അടുത്തൊരു കാര്യം അതാ അതിനെ നീ പോയി ചെന്നുണ്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ ഗിയം കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ ഒട്ടിക്കണ്ടേ. ശരി ശരി. പക്ഷേ പ്രകാശിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ ഓരോ എപ്പിസോഡിലും പേയൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുണ്ട് തിരിക്കണോ അത് അങ്ങനെ കേട്ടിട്ടോ അങ്ങനെ കേട്ടിട്ടോ നോക്കിട്ടോ മോനെ അറിയുന്നില്ല നമ്മൾ ചേട്ടാ ഫൈനലി ഗൈസ് നമ്മുടെ ചെറുക്കനെ ഇവിടെ ഇടുവാണ്. ഇനി ഇങ്ങനെ ആയിരിക്കത്തില്ല. നോക്കട മോനെ ഇതിൻ്റെ ചേസ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ടൈഗർ എന്ന് പറയുന്ന വണ്ടി ഏകദേശം എത്താറാകാൻ പോകും. ഇത്ര ദിവസം കൊണ്ട് എത്തുമെന്നാണ് തോന്നുന്നത്. അവരും നമുക്കൊരു വീട് സെറ്റാക്കി തരാൻ നമുക്ക് നല്ല വീടാണ് വീട്ടിൽ എത്തുന്നത്. ഇവിടങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ വീട്. പറഞ്ഞ എവിടെ ആണ് വീട് ഇല്ലേ നമ്മളൊരു ബ്ലൂ ഹൗസ് മേടിക്കും. സാറാ ബ്ലൂ മാൻഷൻ ആണെന്ന് പറഞ്ഞു. ബ്ലൂ മാൻഷൻ വേണേൽ എടുത്തോ, അല്ലെങ്കിൽ മറ്റേ വേറൊരു മാൻഷനാണ് ഉണ്ട് അങ്ങോട്ട് ഇത്തിരി നന്നായത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. അല്ല പറ്റത്തില്ല. അവിടെ കണ്ടാ പറഞ്ഞ് അതും കിട്ടിയില്ല ഇങ്ങനെ പോരാൻ. ആരാ ബ്ലൂ മാൻഷൻ്റെ താക്കോൽ എൻ്റെ തന്നിട്ടുണ്ട്. ഇത് തന്നെ കിട്ടി. ഇവിടങ്ങളിൽ വീടില്ല, ഈ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. നമുക്കിവർ ഇത്രയും തന്നെ ഇവിടെ എല്ലാം കയറി കിടക്കാം. നാളെ രാവിലെ വണ്ടി അവർ വിളിക്കുമെന്നാണ് വണ്ടി എടുക്കാനായിട്ട്. ഓക്കെ ഗൈസ്, നമുക്കെന്നത് കയറിക്കിടന്ന് പറഞ്ഞിട്ട് ബൈ. അപ്പോൾ വേറൊരു ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ.